Hello everyone, welcome to Jupiter SSLC. It's me and Nafi. എല്ലാവർക്കും മക്കളെ ജൂപ്പോർട്ടിന്റെ 10ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ജോഗ്രഫിയിലെ ചാപ്റ്റർ 3ൽ നിന്ന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കമന്റ് ചെയ്യണം. ഒന്ന്, ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ. രണ്ട്, സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റർ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ ബാക്കിയുണ്ട്. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ നേരത്തെ കിട്ടാനായിട്ട് നമ്മൾ ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതേപോലെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് നോട്ടുകൾ, അഡീഷണൽ ക്വസ്റ്റ്യൻസ് അടക്കമുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ എജ്യൂപോണിന്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ ഒരു ഫോം ആക്കി കൊടുത്തിട്ടുണ്ട്. ഫോം ഫിൽ ചെയ്ത് നമ്മുടെ ടീം നിങ്ങൾ എന്ത് ചെയ്യും, വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതേപോലെ അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇതേപോലെ അസേഷൻ റീസണിങ് അഥവാ വാദവും കാരണവും പോലുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കും. അതേപോലെ തന്നെ വിച്ച് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്, ഏത് പ്രസ്താവനയാണ് ശരി എന്നുള്ള രീതിയിലും എന്ത് ചെയ്യാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ ടൈപ്പ് ചെയ്യാം. ഇനി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. അതായത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അല്ലെ, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ കണ്ടെത്താനാണ്. ഒന്നാമത് എന്താ, വിന്റർ ഈസ് നോട്ട് ജനറലി എക്സ്പീരിയൻസ്ഡ്. എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ശൈത്യകാലം സാധാരണയായിട്ട് അനുഭവപ്പെടുന്നില്ല. കാരണം എന്താ, ബിക്കോസ് സൺറൈസ് ആർ ഫോളിംഗ് വെർട്ടിക്കലി ഓവർ ദി ഇക്വേറ്റർ റീജിയൻ, ഹെൻസ് ദ ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദിസ് റീജിയൻ. ഭൂമിയിലേക്ക്, ഈ ഭൂമധ്യരേഖ ഭാഗത്തേക്ക് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ താപനില കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ശൈത്യകാലം എന്ത് ചെയ്യുന്നില്ല, അനുഭവപ്പെടുന്നില്ല. രണ്ടാമത് എന്താ, കൺവെക്ഷൻ റെയിൻഫോൾ ഒക്കേഴ്സ് ക്വൈറ്റ് ഓഫൻ ഇൻ ദ ആഫ്റ്റർനൂൺ. ഉച്ച കഴിഞ്ഞ് പലപ്പോഴും സംവഹന മഴ പെയ്യാറുണ്ട്. അതിനുള്ള കാരണം എന്താ, ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് കൺവെക്ഷൻ വിൽ ബി ഹൈ അല്ലേ, സംവഹനത്തിന്റെ തോത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടെ ആഫ്റ്റർനൂൺ എന്ത് പെയ്യുന്നു, കൺവെക്ഷൻ റെയിൻഫോൾ അഥവാ സംവഹന മഴ പെയ്യുന്നു. അടുത്തെന്താ, ദ ഫ്ലോറ ത്രൈസ് അബൻഡന്റ്ലി, സസ്യജാലങ്ങൾ സമൃദ്ധമായി വളരുന്നു. അതിനുള്ള കാരണം എന്താ, ഹൈ റേറ്റ് ഓഫ് ഇൻസുലേഷൻ ആൻഡ് ഹൈ റേറ്റ് ഓഫ് റെയിൻഫോൾ അല്ലേ, നല്ല രീതിയിൽ മഴയും കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ സൺലൈറ്റ് അഥവാ സൂര്യപ്രകാശം ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് കൂടുതലായിരിക്കും, കാടുകൾ അല്ലെങ്കിൽ മരങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഈ ഒരു പോയിന്റാണ് ഇതിന് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അതായത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയന്റെ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് അഥവാ കാലാവസ്ഥാ സവിശേഷതയുമായി ബന്ധപ്പെട്ട് എക്സാമിന് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ചോദ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേഗം കിട്ടാൻ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് എവിടെയുണ്ട്, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിലുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് എന്തിനാടാ, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൻ്റെതാണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. കമന്റ് ബോക്സിലുള്ള ഫോം നിങ്ങൾ ഫിൽ ചെയ്തിട്ടോ. അടുത്ത ചോദ്യം, അനലൈസ് വൈ ഇക്വറ്റോറിയൽ റെയിൻഫോറസ്റ്റ് ആർ ഓഫൻ റെഫേർഡ് ആസ് ദ ലെങ്ത്സ് ഓഫ് ദി വേൾഡ്. ഭൂമധ്യരേഖ മഴക്കാടുകൾ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ മഴക്കാടുകളെ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? 2 മാർക്കിന് ഡിപ്പെൻഡ് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. എന്തുകൊണ്ടാണ് ഇതിന് വിളിക്കാൻ കാരണം, ദീസ് എവർഗ്രീൻ ഫോറസ്റ്റ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് പ്രൊഡ്യൂസ് ഓക്സിജൻ അറ്റ് എ മാസീവ് റേറ്റ് അല്ലെ. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് വലിയ രീതിയിൽ സ്വീകരിക്കുകയും അതേപോലെ തന്നെ വലിയ അളവിൽ ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. ആര്, ഈ കാടുകൾ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്, ലെങ്സ് ഓഫ് ദി വേൾഡ് അഥവാ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. അടുത്ത കണ്ടോ, ഈ ഒരു ഹോംവർക്കിന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. ക്വസ്റ്റ്യൻ നിങ്ങളോട് കാണുന്നുണ്ടല്ലോ, ഇതും 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അടുത്ത ചോദ്യമാണ്, സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ, ഓൾസോ നോൺ ആസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, is commonly practiced in the equatorial rainforest region. How does this type of farming take place? ഭൂമധ്യരേഖ മഴക്കാടുകളിൽ സാധാരണയായി സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടിച്ചുറ്റ് കൃഷി എന്നറിയപ്പെടുന്ന ഈ കൃഷി രീതി എങ്ങനെയാണ് നടക്കുന്നത്? അതായത് ഇവിടെ നിങ്ങൾ എഴുതേണ്ട എന്താണ്, സ്ഥാനമാറ്റ കൃഷി അഥവാ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ അല്ലെങ്കിൽ വെട്ടിച്ചുറ്റ് കൃഷി രീതിയെ കുറിച്ചിട്ടാണ്. ഈ ഒരു ചിത്രം നിങ്ങൾ അങ്ങോട്ടേക്ക് ആലോചിച്ച് ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് എഴുതാം. അതായത് എന്ത് ചെയ്യുന്നു, പിഗ്മീസ് അതേപോലെ തന്നെ ഒറാങ് അസ്ലി പോലെയുള്ള ട്രൈബൽ ഗ്രൂപ്പുകളാണ് പൊതുവെ ഈ ഒരു കൃഷി രീതി ചെയ്യാറ്. അവരെന്ത് ചെയ്യുന്നു, അവരെന്താ ചെയ്യുക, കാടിൽ അവരെന്ത് ചെയ്യുന്നു, മരമുള്ള ഒരു സ്ഥലം കണ്ടെത്തുന്നു, അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ബേണിംഗ് ഓഫ് വെജിറ്റേഷൻ, ആ വെട്ടി വൃത്തിയായ സ്ഥലത്ത് ഒന്ന് എന്ത് ചെയ്യുന്നു, തീയിട്ട് ശേഷം അവിടെ എന്ത് ചെയ്യുന്നു, ക്ലിയർ ആക്കുന്നു. അങ്ങനെ ക്ലിയർ ആക്കിയ സ്ഥലത്ത് അവർ 5 to 6 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 6 to 10 ഇയേഴ്സ് ഒക്കെ അവർ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യും. ഈ ഒരു രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അഥവാ വെട്ടിച്ചുട്ട് കൃഷി രീതി അല്ലെങ്കിൽ സ്ഥാനമാറ്റ കൃഷി രീതി. അപ്പോൾ ആദ്യം കാട് കാണുന്നു, അവിടുത്തെ മരങ്ങൾ വെട്ടി വൃത്തിയാക്കുന്നു, ആ ഭാഗത്തെ കത്തിച്ച് കളത്തി ക്ലീൻ ആക്കുന്നു, അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഒരു 6 to 10 ഇയേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ എന്ത് കുറയും, സോയിൽ ഫെർട്ടിലിറ്റി അഥവാ മണ്ണിന്റെ ഫലപുഷ്ടി കുറയും. ഇത് കാരണം എന്ത് സംഭവിക്കുന്നു, അവർ ഈ സ്ഥലത്ത് പിന്നെ കൃഷി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ ഈ സ്ഥലം എന്ത് ചെയ്യും, ഒഴിവാക്കും. പിന്നെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സ്ഥലത്ത് വീണ്ടും കാടുകൾ വളർന്നു വരും. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഈ പോയിന്റ്സ് ഒക്കെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം,
ആൻസർ ആയിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സ് കിട്ടാൻ നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് 2 സെറ്റ് ഓഫ് നോട്ട് അങ്ങനെ 2 സെറ്റ് ഓഫ് എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുക എജുപോണിന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ 2 ടൈപ്സ് ഓഫ് തുന്ദ്ര, ആർട്ടിക് തുന്ദ്ര ആൻഡ് ആൽപൈൻ തുന്ദ്ര, ഗിവൻ എക്സാമ്പിൾസ് ഓഫ് ദി റീജിയൻ വേർ ഈച്ച് ടൈപ്പ് ഈസ് ഫൗണ്ട്. അല്ലേ, ആർട്ടിക് തുന്ദ്ര, ആൽപൈൻ തുന്ദ്ര എന്നീ തുന്ദ്രകളെ കുറിച്ച് വിശദീകരിക്കുക. ഓരോന്നും കാണുന്ന പ്രദേശങ്ങൾക്ക് ഉദാഹരണവും നൽകാനാണ്. അപ്പോൾ ഈ തുന്ദ്ര ക്ലൈമറ്റ് റീജിയൻ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആർട്ടിക് തുന്ദ്ര ആൻഡ് ആൽപൈൻ തുന്ദ്ര. ആർട്ടിക് തുന്ദ്ര എന്ന് പറഞ്ഞാൽ എന്താ? നോർത്ത് ടൈഗ ഇൻ അലാസ്ക, അതേപോലെ തന്നെ നോർത്ത് ഓഫ് ടൈഗ ഇൻ അലാസ്ക, നോർത്തേൺ കാനഡ, സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ. അല്ലെ, ഈ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന തുന്ദ്രയുടെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിക് തുന്ദ്ര. അതായത് ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ, അലാസ്ക, സൈബീരിയ പോലെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന തുന്ദ്രയുടെ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആർട്ടിക് തുന്ദ്ര എന്ന് വിളിക്കുന്നു. ഇനി എന്താണ് ആൽപൈൻ തുന്ദ്ര എന്ന് പറഞ്ഞാൽ? ഹൈ മൗണ്ടനസ് റീജസ്. അല്ലെ, അതായത് ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ, വളരെ ഉയരമുള്ള പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽപൈൻ തുന്ദ്ര എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വലുതാണെങ്കിലും ഇത് ഉദ്ദേശിക്കുന്നത് എന്താടാ? ദ ക്ലൈമറ്റ് ഓഫ് തുന്ദ്ര റീജിയൻ, തുന്ദ്ര കാലാവസ്ഥ മേഖലയുടെ കാലാവസ്ഥാ സവിശേഷതയാണ് ഈ ഒരു ചോദ്യത്തിൽ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ആൻസർ ആയിട്ട് എഴുതണം? ഇനി പറയുന്ന പോയിന്റുകളൊക്കെ 5 മാർക്കാണ് ചുരുങ്ങിയത് 5 പോയിന്റുകൾ എഴുതാം. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്താം? ഷോർട്ട് സമ്മേഴ്സ് ആൻഡ് ലോങ് വിന്റേഴ്സ് ആർ ദി മേജർ പെക്യുലാരിറ്റി ഓഫ് തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ. അല്ലേ, അതായത് ചെറിയ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും എന്താടാ? തുന്ദ്ര കാലാവസ്ഥാ മേഖലയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അത് മാത്രമല്ല, ഇൻ മിഡ് വിന്റർ, അതായത് ശൈത്യകാലത്ത് എന്ത് ചെയ്യും? -25 to -35 ഡിഗ്രി സെൽഷ്യസ്. അല്ലെ, -25 മുതൽ -35 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ പോവാറുണ്ട്. സമ്മർ സീസണിലാണ് എന്ത് ചെയ്യുക? ഒരു 0 ഡിഗ്രി സെൽഷ്യസ്, ഒരു 0 ഡിഗ്രി എങ്കിലും എന്തെത്തുക? ടെമ്പറേച്ചർ എത്തുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് മാത്രമല്ല, 6 മന്ത് കണ്ടിന്യൂസ് ഡേ ആൻഡ് 6 മന്ത് കണ്ടിന്യൂസ് നൈറ്റ്. അല്ലെ, 6 മാസം തുടർച്ചയായി പകലും 6 മാസം തുടർച്ചയായി രാത്രിയും അനുഭവപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഇത് തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ. ഈ ഫീച്ചേഴ്സ് എന്ത് ചെയ്തോ അതിലേക്ക് ആഡ് ചെയ്ത് വെച്ചോ. അടുത്തൊരു ഹോംവർക്ക് ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ചിലപ്പോൾ ഒരു 1 വേർഡ് ആയിട്ടോ 2 മാർക്കിനൊക്കെ എന്ത് ചെയ്തേക്കാം? ചോദിച്ചേക്കാം. അപ്പോൾ ഇതേപോലെ നോട്ട് കിട്ടാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? വൈ ആർ ദർ നോ ലാർജ് ട്രീസ് ഇൻ ദ തുന്ദ്ര റീജിയൻ? എക്സ്പ്ലെയിൻ ദ ഫ്ലോർ ആൻഡ് ഫോൺ ഓഫ് ദിസ് റീജിയൻ. തുന്ദ്ര മേഖലയിൽ വലിയ മരങ്ങൾ കാണാത്തത് എന്തുകൊണ്ടാണ്? ഈ പ്രദേശങ്ങളെ സസ്യജന്തുജാലങ്ങളെ കുറിച്ച് വിശദീകരിക്കാനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തുന്ദ്ര ക്ലൈമറ്റ് റീജിയനിൽ വലിയ മരങ്ങൾ കാണാത്തത്? Trees are normally absent in Tundra region due to the challenges posed by the climate. അല്ലെ, ഈ കാലാവസ്ഥ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം മണ്ണൊക്കെ എന്തിനടിയിലായിരിക്കും? മഞ്ഞിനടിയിലായിരിക്കും. എക്സ്ട്രീം കോൾഡ്നെസ്, ഭയങ്കര തണുപ്പാണ്. ഈ കാരണങ്ങൾ കൊണ്ട് അവിടെ വലിയ മരങ്ങൾ കാണുന്നില്ല. ഇവിടെ കാണുന്ന മരങ്ങൾ ഏതൊക്കെയാ? മോസസ്, ലൈക്കൺസ്, സെഡ്ജസ്, ബുഷസ്, ഡോർഫ് വില്ലോസ് ആൻഡ് സ്റ്റണ്ട് ബിർച്ചസ്. അതായത് പായലുകൾ, ലൈക്കണുകൾ, സെഡ്ജുകൾ, കുള്ളം വില്ലോ, ബിർച്ച് എന്നിങ്ങനെയുള്ള സസ്യജാലങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഈ ഒരു കാരണം, ഇവിടെ വലിയ മരങ്ങൾ കാണാത്തതിനുള്ള കാരണവും ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ, ഇവിടുത്തെ സസ്യജന്തുജാലങ്ങളെ കുറിച്ചിട്ടും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കാണുന്ന ജന്തുജാലങ്ങളെ കുറിച്ച് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. പോളാർ ബിയേഴ്സ്, ധ്രുവക്കരടികളുണ്ട്, ആർട്ടിക് ഫ്രോസ് ഉണ്ട്, അതേപോലെ ആർട്ടിക് ഹെയർ ഉണ്ട്, മസ്കോക്സ് അഥവാ കസ്തൂരി കാളയൊക്കെ ഇവിടെ കാണുന്ന മൃഗങ്ങളാണ്. അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ് നിങ്ങൾ നേരത്തെ കിട്ടാനായിട്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലൈവുകൾ നമ്മൾ തരുന്നുണ്ട്. ഈ ലൈവുകളിലൊക്കെ നോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുള്ള ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ്. എക്സാമിന്റെ തലേന്ന് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് വേണം, നോട്ടുകൾ വേണം, 1 ഷോട്ട് വേണം, റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എജുപോഡിൻ്റെ ആപ്പിലാണ്. എജുപോഡിൻ്റെ ആപ്പിലെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തോ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. വെറും 1899 റുപ്പീസിനാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 2000 കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? എജുപോഡിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഇതേപോലൊരു ക്വസ്റ്റ്യൻ, അതായത് ചിലപ്പോൾ ഈ ചാപ്റ്ററിനായി നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ 5 മാർക്കിൻ്റെ എസ്സേ ചോദിക്കുക. അങ്ങനെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്? 2 ക്ലൈമറ്റിക് റീജിയൻ, തുന്ദ്ര ക്ലൈമറ്റ് ആൻഡ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. അല്ലേ, തുന്ദ്ര കാലാവസ്ഥ മേഖലയും ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയും രണ്ടിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? ഇതേപോലെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഒറ്റയ്ക്ക് എഴുതി നോക്കട്ടോ. അപ്പോൾ 2 ക്ലൈമറ്റിക് റീജിയൻ, 2 കാലാവസ്ഥ മേഖലയിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ ചോദിച്ചുകൊണ്ട് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 2 മേഖലയും കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറയും? ചിലപ്പോൾ 5 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം തുന്ദ്ര ക്ലൈമറ്റ് റീജിയൻ്റെ ഫീച്ചേഴ്സും ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ സവിശേഷത നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പോൾ ഞാൻ ഇതിൽ തന്നിട്ടുള്ള ഹോംവർക്കുകളുടെ ആൻസർ ഒക്കെ നിങ്ങളൊന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. കാരണം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്നുള്ളത് ചെക്ക് ചെയ്യാൻ കൂടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.